ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നേര്, അബ്രഹാം മോസ്ലർ എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് കളക്ഷൻ, അതോടൊപ്പം തന്നെ മലൈക്കോട്ടെ വാലിബന്റെ പ്രീസെയിൽ കണക്കുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലാലേട്ടനെ നായകനാക്കി ജിത്തു സംവിധാനം ചെയ്ത നേരിന്റെ 33ാമത്തെ ദിവസമാണിന്ന്. ഒപ്പം തന്നെ ചിത്രത്തിന്റെ 5ാമത്തെ തിങ്കളാഴ്ച ദിവസം കൂടിയാണിന്ന്. ഇന്ന് സിനിമയുടെ ഏറ്റവും കുറവ് പ്രീസെയിൽ കളക്ഷൻ ലഭ്യമായ ദിവസമാണ് എന്നാണ് ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇന്നലെ ഇതേ സമയം 10 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 3 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് കളക്ഷൻ. നാളെ OTT റിലീസ് ചെയ്യാനിട്ടിരിക്കുന്ന സിനിമ ഏകദേശം 85,50 ലക്ഷത്തോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളുടെ പട്ടികയിൽ 4ാം സ്ഥാനം ഇടം നേടി കളം വിടുകയാണ്. അബ്രഹാം മോസ്ലർ എന്ന ജയറാം സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിനും ഏറ്റവും കുറവ് ട്രാക്കിംഗ് കളക്ഷൻ ലഭ്യമായ ദിവസമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ 2ാമത്തെ തിങ്കളാഴ്ചയാണ് ഇന്ന്. ഇന്നലെ ഇതേ സമയം ഏകദേശം 75 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 22 ലക്ഷത്തിൽ താഴെയാണ്. ഇന്ന് സിനിമയ്ക്ക് കേരളത്തിൽ 50 ലക്ഷം കളക്ഷൻ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മമ്മൂക്ക കൂടി കാമിയോ റോളിലെത്തിയ ജയറാം നായകനെത്തിയ സിനിമ നാളെയോടെ 19 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈനൽ കേരള കളക്ഷൻ 20 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ അബ്രഹാം മോസ്ലറിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം. ബോളിവുഡിലെ സമീപകാലത്ത് ഏറ്റവും വലിയ സിനിമയായിട്ട് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. ലാലേട്ടനെ നായകനാക്കി ലിജോ സംവിധാനം ചെയ്യുന്ന സിനിമ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ എണ്ണം, അതോടൊപ്പം തന്നെ കേരള വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച 2 കോടി രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ കടന്നതെങ്കിൽ ഇപ്പോഴത് 2 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 4 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടു എന്നാണ് ഈ നിമിഷം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്ന് രാത്രിയെല്ലാം തന്നെയാണ് GCCയിൽ സിനിമയുടെ വമ്പൻ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിക്കുന്നത്. ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ ലോകമെമ്പാടും നിന്ന് 5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് കേരളത്തിൽ വമ്പൻ ബുക്കിംഗ് ആണ് നിലവിൽ നടക്കുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രം ഏകദേശം 100ലധികം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ്, അതോടൊപ്പം തന്നെ 10ഓളം സോൾഡ് ഔട്ട് എല്ലാം തന്നെ ബുക്ക് മൈ ഷോയിൽ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ബുക്ക് മൈ ഷോ വഴി മാത്രം ഏകദേശം 1 ലക്ഷത്തിലധികം ടിക്കറ്റ് വിൽപ്പനയാണ് മലൈക്കോട്ടെ വാലിബന്റെ പേരിൽ ഇതുവരെ റിലീസിന് മുന്നേ നടന്നിരിക്കുന്നത്. അതേസമയം ആകെ മൊത്തത്തിൽ 1,50,000 പരം ടിക്കറ്റുകളാണ് ഇതുവരെ സിനിമയുടെ പേരിൽ നടന്നിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ റിലീസിന് മുന്നേ തന്നെ വൻ തരംഗമായ മലൈക്കോട്ടെ വാലിബന്റെ റിലീസിനായിട്ടും ആദ്യ അഭിപ്രായങ്ങൾ കേട്ടാണ് നാം കാത്തിരിക്കുന്നത്. കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.